ഇനി ഇന്നത്തെ അറിയിപ്പുകൾ. പുതിയ വിദ്യാഭ്യാസ കരട് രേഖ പുറത്തിറക്കി CBSE. അടുത്ത അധ്യയന വർഷം മുതൽ CBSE 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് 2 പൊതുപരീക്ഷ ഉണ്ടാവും. CBSE വിദ്യാർത്ഥികൾക്ക് അടുത്ത അധ്യയന വർഷം മുതൽ 1 തവണയോ 2 തവണയോ പരീക്ഷ എഴുതാം. 2 തവണയും പരീക്ഷ എഴുതാൻ തീരുമാനിച്ചാലും വീണ്ടും എഴുതാൻ ആഗ്രഹിക്കാത്ത വിഷയങ്ങൾ ഒഴിവാക്കാനും സാധിക്കും. 2026 ഫെബ്രുവരി 17 മുതൽ മാർച്ച് 6 വരെ ആദ്യഘട്ടവും മെയ് 5 മുതൽ 20 വരെയായി 2ാം ഘട്ടവും പരീക്ഷ നടത്തുമെന്ന് കരട് മാർഗരേഖ വ്യക്തമാക്കുന്നു. 2 ഘട്ടങ്ങളിലും പരീക്ഷാ കാലയളവ് 16 മുതൽ 18 ദിവസമായി ചുരുക്കും. നിലവിലെ 32 ദിവസത്തെ ദൈർഘ്യത്തിന്റെ പകുതിയായാണ് ചുരുങ്ങുക. ഇതോടെ 2 പേപ്പറുകൾക്കിടയിൽ 1-2 ദിവസത്തെ ഇടവേള മാത്രമേ ലഭിക്കുകയുള്ളൂ. നിലവിലുള്ള ഇടവേളകളേക്കാൾ വളരെ കുറവാണിത്. നിലവിൽ 5 അല്ലെങ്കിൽ 10 ദിവസം വരെ ഇടവേള ലഭിക്കാറുണ്ട്. ആദ്യഘട്ട പരീക്ഷയുടെ ഫലം ഏപ്രിൽ 20-നും 2ാം ഘട്ട ഫലം ജൂൺ 30-നും പ്രഖ്യാപിക്കും. 2ാം ഘട്ട പരീക്ഷ എല്ലാവർക്കും നിർബന്ധമില്ല. ഫലം മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ എഴുതിയാൽ മതിയാകും. ആദ്യഘട്ട പരീക്ഷയിൽ 1 മുതൽ 5 വരെ വിഷയങ്ങളിൽ പരാജയപ്പെടുന്നവർക്ക് ഇംപ്രൂവ്മെന്റ് വിഭാഗത്തിൽ 2ാം ഘട്ട പരീക്ഷ എഴുതാം. ബോർഡ് പരീക്ഷയിൽ വിജയിക്കാത്തവർക്കായി പ്രത്യേകം സപ്ലിമെന്ററി പരീക്ഷകൾ ഉണ്ടാകില്ല. 2 പരീക്ഷകളും എഴുതാൻ തിരഞ്ഞെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് അവസാന മാർക്ക് ഷീറ്റിൽ അവരുടെ മികച്ച സ്കോർ ലഭിക്കും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വാഹന പുക പരിശോധന സർട്ടിഫിക്കറ്റിന്റെ കാലാവധി അവസാനിച്ച വാഹനങ്ങളിൽ ഉടൻ പിഴ ചുമത്തില്ല. കേന്ദ്ര ഗതാഗത മന്ത്രാലയത്തിന്റെ കീഴിലുള്ള വാഹന പുക പരിശോധന സർട്ടിഫിക്കറ്റ് പോർട്ടൽ പ്രവർത്തനരഹിതമായതിനെ തുടർന്നാണ് തീരുമാനം. കേന്ദ്ര ഗതാഗത മന്ത്രാലയത്തിന്റെ കീഴിലുള്ള വാഹൻ പുകപരിശോധന സർട്ടിഫിക്കറ്റ് പോർട്ടൽ പ്രവർത്തനരഹിതമായി. സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട സെർവറിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ രാജ്യവ്യാപകമായി ഈ പ്രശ്നം നിലനിൽക്കുന്നതായി മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു. ശനിയാഴ്ച മുതലാണ് പോർട്ടൽ പ്രവർത്തനരഹിതമായത്. ഇനിയും 1 ദിവസം കൂടി പ്രശ്നപരിഹാരത്തിനായി ആവശ്യമാണെന്നാണ് NIC അറിയിച്ചിട്ടുള്ളത്. സോഫ്റ്റ്വെയർ തകരാറുകൾ പരിഹരിച്ച് പോർട്ടൽ പ്രവർത്തനയോഗ്യമാക്കുന്നതിന് നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെന്ററിന് വകുപ്പ് നിർദ്ദേശം നൽകി. ഈ സാഹചര്യത്തിൽ ഫെബ്രുവരി 22 മുതൽ ഫെബ്രുവരി 27 വരെയുള്ള കാലയളവിൽ പുകപരിശോധനാ സർട്ടിഫിക്കറ്റിന്റെ കാലാവധി അവസാനിച്ച വാഹനങ്ങളുടെ മേൽ പിഴ ചുമത്തുന്നത് ഒഴിവാക്കിയതായി മോട്ടോർ വാഹന വകുപ്പ് അറിയിച്ചു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. JEE മെയിൻ 2ാം സെഷന് നൽകിയ അപേക്ഷയിലെ തെറ്റുകൾ തിരുത്താനും ഭേദഗതി ചെയ്യാനും അവസരം. പുതിയ അപേക്ഷകരായി 2ാം സെഷന് അപേക്ഷ നൽകിയവർക്കും ഈ സൗകര്യം ലഭ്യമാകും. തിരുത്തൽ അനുവദനീയമായതും അല്ലാത്തതുമായ ഫീൽഡുകൾ ഏതൊക്കെയെന്ന് NTA വെബ്സൈറ്റിലെ പബ്ലിക് നോട്ടീസിൽ നൽകിയിട്ടുണ്ട്. ഫെബ്രുവരി 27 മുതൽ 28 രാത്രി 11:50 വരെ ഇതിനുള്ള സൗകര്യമുണ്ടാകും. ഫീൽഡ് ഭേദഗതി, തിരുത്തൽ, ചേർക്കൽ വഴി അധിക ഫീസ് അടയ്ക്കേണ്ടി വന്നാൽ ആ ഫീസ് ഓൺലൈനായി അടയ്ക്കാം. അധിക ഫീസ് അടച്ച ശേഷമേ ഭേദഗതി ബാധകമാവൂ. ഒറ്റത്തവണത്തേക്കാണ് തിരുത്തൽ അവസരം നൽകിയിരിക്കുന്നത്. തെറ്റുതിരുത്താൻ മറ്റൊരവസരം ലഭിക്കുന്നതല്ല. അപേക്ഷ നൽകാനുള്ള അവസാന തീയതി നീട്ടില്ലെന്ന് അറിയിച്ചു. ഇൻഫോ ഡെസ്ക് മൈഫിൻ TV. തമിഴ്നാട് ജമ്മു എയിംസുകളിൽ വിവിധ ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. തമിഴ്നാട് മധുരയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് മെഡിക്കൽ സയൻസസിൽ പ്രൊഫസർ, അസിസ്റ്റന്റ്, അഡീഷണൽ അസോസിയേറ്റ് പ്രൊഫസറുടെ 39 ഒഴിവുകളാണുള്ളത്. ഫെബ്രുവരി 24 മുതൽ മാർച്ച് 25 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. ജമ്മു എയിംസിൽ ബ്രോഡ്കാസ്റ്റ് എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസ് ഇന്ത്യ ലിമിറ്റഡ് മുഖേന കരാർ നിയമനം ആണുള്ളത്. ഇന്നുകൂടി അപേക്ഷിക്കാനാകും. അസിസ്റ്റന്റ് എഞ്ചിനീയർ, ബയോമെഡിക്കൽ എഞ്ചിനീയർ തുടങ്ങി വിവിധ തസ്തികകളിലായി 407 ഒഴിവുകളുണ്ട്.